തന്റെ കൈവണ്ണയിൽ മുഖം അമർത്തി വെച്ച് കിടന്നുറങ്ങിപ്പോയ മീനുവിന്റെ കയ്യിൽ നിന്നും വഴുതി വീണ ഫോണെടുത്ത് മാറ്റിവെച്ചു മനു. പിന്നെ അവളെ ഉയർത്തി നെഞ്ചിക്കയറ്റി കിടത്തി ആ നെറുകിൽ ചുണ്ടമർത്തി കണ്ണുകൾ അടച്ചു അവൻ. ഉണ്ണിയേട്ടാ, എഴുന്നേറ്റേ, നേരെ ഒരുപാടായി കേട്ടോ. 7 മണിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ വിളിക്കൂല, നോക്കിക്കോ. ഉണർന്നിട്ടും എഴുന്നേൽക്കാതെ കിടന്നവനെ ഒന്നുകൂടെ തട്ടി വിളിച്ചു മീനു. പോകാൻ മടി തോന്നുന്നു പൊടിയെ, എന്റെ കുഞ്ഞനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നും. ഇങ്ങ് വാടി പെണ്ണെ. മീനുവിനെ വലിച്ച് നെഞ്ചിലേക്കിട്ട് വരിഞ്ഞു മുറുക്കി മനു പറഞ്ഞു. അയ്യോ, അപ്പൊ ഇന്ന് ഓട്ടോ ഓടിക്കാൻ പോകുന്നില്ലേ ഉണ്ണിയേട്ടാ? തോന്നുന്നില്ല എന്റെ പൊടിയേ, എനിക്ക് എന്റെ കുഞ്ഞനെ അറിയാൻ തോന്നുന്നു. ഇത്തിരി നോവിക്കാൻ തോന്നും. നോവിക്കട്ടെ പൊടിയേ? മനു ചോദിക്കെ മീനു അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു. എന്റെ പൊടിയേ, എനിക്ക് എന്റെ പൊടിക്കുട്ടി എന്ത് ഇഷ്ടാണെന്നറിയോ? അവളുടെ മുഖം പതിയെ ഉയർത്തി ആ തൂന്നെറ്റിയിൽ ചുണ്ടമർത്തി വെച്ചു മനു. മീനു തന്റെ പ്രിയപ്പെട്ടവനോടുള്ള ഇഷ്ടത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയത്തോടെ അവനെ നെഞ്ചോട് അമർന്നു ചേർന്നു. പൊടിയെ, ഇനി ഇങ്ങനെ കിടന്നാൽ ഞാൻ ഇന്ന് പോവുകയില്ല, എന്റെ കുഞ്ഞിനെ എങ്ങോട്ടും വിടുകയുമില്ല. അവളുടെ ഇരു കവിളിലും അമർത്തി ചുംബിച്ചു മനു. അവന്റെ ഉമിനീർ നനവ് കവിളിൽ അറിയെ മീനു ഒന്ന് പിടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് മാറി. ചായ കൊണ്ടുവരട്ടെ ഉണ്ണിയേട്ടാ, അതോ കുളിച്ച് വന്നിട്ടേ കുടിക്കുന്നുള്ളോ? മീനു അവനെ പിടിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ണിയേട്ടൻ കുളിച്ചിട്ട് വന്ന് കുടിക്കാം. ഇപ്പൊ ഉണ്ണിയേട്ടന്റെ കുഞ്ഞിപ്പെണ്ണ് ചെന്ന് എല്ലാം എടുത്തു വെച്ചേ. മനു മീനുവിന്റെ കുഞ്ഞി കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മൂളിക്കൊണ്ട് അവൾ ചാടിത്തുള്ളി അടുക്കളയിലേക്ക് ഓടി. മനു ബാത്റൂമിലും. ഇരുവരും ഒരുമിച്ചിരുന്ന് കാപ്പിയൊക്കെ കഴിച്ച് മനു പോകാൻ ഇറങ്ങി വരുമ്പോൾ രമേശനും അങ്ങോട്ട് വന്നു. നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് മനു ഞാൻ. എന്താ മാമ വിശേഷിച്ച്? എന്തെങ്കിലും കാര്യമുണ്ടോ? വലിയ കാര്യമൊന്നും ഇല്ലടാ, പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചതാണ്. അയാൾ മടിയോടെ മീനുവിനെ നോക്കി. എന്തായാലും മാമ പറയൂ. മനു മീനുവിനെ ഒന്ന് നോക്കിയിട്ട് രമേശനോട് പറഞ്ഞു. അത് ആ ശാലിനിയില്ലേ, ശിവൻകുട്ടിയുടെ? ഓ, അവൾക്ക് എന്താ പ്രശ്നം? ആ ബസ്സിലെ കിളിയില്ലേ, മറ്റേ കുഞ്ഞുമോൻ, അവൻ ഇപ്പൊ ഏതോ ട്രാവൽസിലെ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. അവിടത്തെ വണ്ടിയിൽ അവനോടൊപ്പം ഞാൻ 1-2 തവണ കണ്ടിരുന്നു. എന്നിട്ട് അവൾ മാമനെ കണ്ടില്ലേ? മനു മീനുവിനെ നോക്കി കണ്ണ് ചിമ്മിയിട്ട് തിരക്കി. ഇല്ലെന്ന് തോന്നുന്നു, രമേശൻ വല്ലായ്മയോടെ പറഞ്ഞു. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് മാമൻ പറഞ്ഞു വരുന്നത്? മനു രമേശനോട് തിരക്കി. നീ മാഷോടൊന്ന് സൂചിപ്പിക്കണം, എന്നെക്കാട്ടിലും അത് പറയാൻ യോഗ്യൻ നീയാണ്, രമേശ ആലോചനയോടെ പറഞ്ഞു. മനു ഒന്നും മിണ്ടാതെ ആലോചനയോടെ നിന്നതേ ഉള്ളൂ. നീ ആലോചിച്ചത് വേണ്ടത് ചെയ്യും, അറിഞ്ഞിട്ട് പറയാതിരുന്ന നാളെ അതൊരു തെറ്റായി മാറിയാലോ മനു. രമേശൻ പറഞ്ഞതിന് മനു ഒന്ന് മൂളിക്കൊണ്ട് ഓട്ടോയിൽ കയറി. മീനുവിനെ നോക്കി കണ്ണൊന്ന് ചിമ്മി രമേശനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് വണ്ടി ഓടിച്ചു പോയി. മോൾ അകത്തേക്ക് കയറി വാതിലടച്ചേക്ക്. രമേശൻ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് അടയ്ക്കുമ്പോൾ മീനുവിനോട് പറഞ്ഞു. എന്നാലും ഈ ശാലിച്ചേച്ചി എന്തിനാണ് ഇമാതിരി പണി കാണിക്കുന്നത്? എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്? അനുചേട്ടനെ ചതിക്കാൻ ഈ ചേച്ചിക്ക് എങ്ങനെ തോന്നി? ആ ചേട്ടനെ കല്യാണം കഴിക്കാൻ എന്തോരം ബഹളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെറുതെ ആയിരുന്നോ? ആ കുഞ്ഞുമോനെ ആയിരുന്നു ഇഷ്ടമെങ്കിൽ അയാളെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? തുണി കഴുകുമ്പോഴും അടുക്കളയിൽ നിന്നും ഓരോന്നും വെച്ചുണ്ടാക്കുമ്പോഴും ഒക്കെ മീനുവിന്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു. ഉണ്ണിയേട്ടന്റെ പൊടിക്കുട്ടിയായി ഇങ്ങനെയാണെങ്കിൽ നിന്നെ ആരെങ്കിലും പൊക്കിക്കൊണ്ടു പോയാലും നീ അറിയില്ലല്ലോ പെണ്ണേ. അടുക്കള വാതിക്കൽ കൂടെ കയറി വന്ന ദേവു മീനുവിന്റെ പിന്നിൽ നിന്ന് ചുറ്റി പിടിച്ചുകൊണ്ട് കളിയാക്കി. പേടിച്ചു പോയി ദേവു ഞാൻ. നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചു മീനു. നീ എന്ത് ചിന്തിച്ചു നിൽക്കുക പെണ്ണെ, ഇങ്ങനെ പരിസരബോധം ഇല്ലാതെ? മീന് കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റിൽ നിന്നും ഒരു പീസ് എടുത്ത് കടിച്ചുകൊണ്ട് ദേവു തിരക്കി. ഞാൻ ശാലിച്ചേച്ചിയെ കുറിച്ച് ചിന്തിച്ചു നിന്നതാണ് ദേവു. നീ ഒരുപാട് ചിന്തിച്ച് തല പോയിക്കേണ്ട, കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞു. ഇതുപോലെ ഒന്ന് എന്റെ വീട്ടിലുണ്ടല്ലോ, ദേവു പല്ല് കടിച്ച് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ എന്താ, വീണേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെട്ട ആളെ തന്നെ കിട്ടിയില്ലേ, പിന്നെന്താ? എനിക്കറിയില്ല, ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ണിയേട്ടനെ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഒരുമാതിരിയൊക്കെ സംസാരിച്ചിട്ടാണ് ചേച്ചിയും കൂട്ടി പോയത്. ഇങ്ങോട്ട് എന്തിനാ നോക്കുന്നേ? എന്റെ ഉണ്ണിയേട്ടന് പണവും വിദ്യാഭ്യാസവും കുറവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ? മീനു മുഖത്ത് തെളിഞ്ഞ ഇഷ്ടക്കേടോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയൂല എന്റെ മനുവേട്ടന്റെ പൊടിയേ. എന്തായാലും എനിക്ക് ആദ്യേട്ടനെ ഇഷ്ടമായി. ചേച്ചി നിലയ്ക്ക് നിർത്തുമെന്ന് തോന്നുന്നു. ദേവു പിന്നെ എന്തൊക്കെയോ പറയുകയും ചോദിക്കുകയോ ഒക്കെ ചെയ്തു. അതിനൊക്കെ മീനു മറുപടി പറഞ്ഞുവെങ്കിലും അവളുടെ മനസ്സിൽ എന്റെ ഉണ്ണിയേട്ടൻ എന്റെ മാത്രമാണെന്നുള്ള ചിന്തയായിരുന്നു. മനുവേട്ടൻ മാഷോട് പറയുമോ മീനു ഇക്കാര്യം? ദേവു തിരക്കി. എനിക്കറിയില്ല ദേവു, ഇതൊക്കെ പറഞ്ഞാൽ തന്നെ കേൾക്കുന്നവർ വിശ്വസിക്കോ? പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് 1 മാസം കഴിയുമ്പോഴേക്കും ആ പ്രണയം അവസാനിക്കോ? മീനു ആലോചനയോടെ ചോദിച്ചു. ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ അവസാനിക്കില്ല. വെറുതെ പണവും സൗന്ദര്യവും നോക്കി പ്രണയിക്കുന്നവർക്കിടയിൽ സ്നേഹമോ വിശ്വാസമോ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കയ്യിൽ കിട്ടുമ്പോൾ നേരത്തെ ഉപേക്ഷിച്ചതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുമായിരിക്കും. ദേവു പറയുമ്പോൾ മീനു എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. ഡി, നീ മനുവേട്ടൻ വരും മുമ്പ് പോയി കുളിച്ചോ, ഞാനും പോവാ. ദേവു എഴുന്നേറ്റുകൊണ്ട് മീനുവിനോട് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. മീനു കുറച്ചുനേരം കൂടെ അവിടെ തന്നെ ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് കുളിക്കാൻ കയറി. എന്താ ഉണ്ണിയേട്ടാ താമസിച്ചേ? ഓട്ടോ കൊണ്ടുവന്ന് നിർത്തിയതും അടുത്തേക്ക് ഓടി വന്ന് മീനു ചോദിച്ചു. ആദ്യം ഇതങ്ങ് പിടിച്ചേ ഉണ്ണിയേട്ടന്റെ പൊടിക്കുട്ടി.
മീനുവിന്റെ കയ്യിൽ മനു ഒരു പൊതി വെച്ചു കൊടുത്തു. പൂവാണോ ഉണ്ണിയേട്ടാ? കണ്ണുകൾ വിടർത്തി മീനു തിരക്കി. ആണല്ലോ, നല്ല മുല്ലമൊട്ട് കെട്ടിയതാണ് പൊടിയെ. വൈകിട്ട് നമുക്ക് അമ്പലത്തിൽ പോണം കേട്ടോ. മീനു സന്തോഷത്തോടെ മൂളക്കൊണ്ട് പൂവ് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. ഉണ്ണിയേട്ടാ, മീനൊന്ന് വറുത്തിട്ട് കഴിക്കാവേ. ഷർട്ടൊക്കെ മാറിയിട്ട് വന്ന് കൈയൊക്കെ കഴുകി അടുക്കളയിലേക്ക് വന്ന മനുവിനോട് മീൻ വറുക്കാൻ പാനിലേക്ക് ഇടുമ്പോൾ മീനു പറഞ്ഞു, പിന്നെന്താ, എന്റെ കുഞ്ഞ് മീൻ വറുത്ത് തീരും വരെ ഉണ്ണിയേട്ട ഇങ്ങനെ നിന്നോളാം. പിന്നിൽ നിന്ന് മീനുവിനെ പുണർന്ന് ആ തോളിൽ താടി മുട്ടിച്ചു നിന്ന് മനു പറഞ്ഞു. താടിയും മീശയും കൊണ്ട് ഉരസി ഇക്കിളി എടുത്തിട്ട് പെണ്ണൊന്ന് പിടഞ്ഞു കുറുകി. ഉണ്ണിയേട്ടന്റെ പൊടിക്കുട്ടിക്ക് ഇക്കിളിയാകുന്നുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ഉണ്ണിയേട്ടൻ പാടുപെടുമല്ലോ കുഞ്ഞിപ്പെണ്ണെ. മനു ആ കാതിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. മിണ്ടായിരുന്നേ ഉണ്ണിയേട്ടാ, എനിക്ക് മീൻ വറുക്കണം, അവിടെ പോയി ഇരുന്നോ. അവന്റെ കൈകളിൽ നിന്ന് ഊർന്നു മാറാൻ ശ്രമിച്ച് മീനു പറഞ്ഞു. എങ്കിലും പിടിവിടാതെ മനു അവളെ പുന്നാരിച്ചുകൊണ്ടിരുന്നു. വാ ഉണ്ണിയേട്ടാ, കഴിക്കാം, ഇനി പിടിവിട്ടോ. പിന്നിൽ നിന്നും മാറാതെ പുണർന്നു നിന്നവനെ മീനു മുഖം തിരിച്ചു നോക്കി. ഇത്ര പെട്ടെന്ന് മീൻ വറുത്തോ എന്റെ കുഞ്ഞൻ? പിൻകഴുത്തിൽ അമർത്തി ഒന്ന് ഉമ്മ വെച്ചുകൊണ്ട് മനു അവളെ വിട്ടുമാറി. മീനു ഒന്ന് പിടഞ്ഞു പോയി. കള്ളച്ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചു പോകുന്നവനെ നോക്കി മീനു കണ്ണു കൂർപ്പിച്ചു. ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവളെ വാരിക്കൊടുത്ത് കഴിപ്പിച്ചു. വയർ നിറച്ചിട്ടേ മനു കഴിച്ചുള്ളൂ. ഇടയ്ക്കിടെ ഓരോന്നെടുത്ത് മനുവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ മീനുവും മടിച്ചില്ല. അപ്പുറത്തെ വിരുന്നുകാരൊക്കെ പോയോ പൊടിയെ? ഊണൊക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കി വെച്ച് റൂമിൽ കയറി വന്ന മീനുവിനോട് ഫോണിൽ എന്തോ നോക്കിക്കിടന്ന മനു തിരക്കി. അല്പം നേരം കഴിഞ്ഞിട്ടും മറുപടിയൊന്നും വരാതെ മനു ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ണൊക്കെ നിറച്ച് വിതുമ്പിച്ചു വന്ന നിൽപ്പുണ്ട് മീനു. എന്താടാ പൊടിയെ? മോളെ ഇവിടെ നോക്ക്. എന്താ, എന്തിനാ കണ്ണ് നിറച്ചേ? മനു അവളെ വാരി നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചു. എന്റെ ഉണ്ണിയേട്ടനല്ലേ, എന്റെ മാത്രം ഉണ്ണിയേട്ടൻ. വിതുമ്പി കരഞ്ഞുകൊണ്ട് മീനു ചോദിച്ചു. ആണല്ലോ, എന്റെ കുഞ്ഞന്റെ മാത്രമാണ്. എന്താ എന്റെ പൊടിക്ക് പറ്റിയേ? അവളുടെ മുഖം പിടിച്ചുയർത്തി മനു ആ കലങ്ങിച്ചു വന്ന കണ്ണുകളിൽ നോക്കി. ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. വീണയുടെ കാര്യം പറയാൻ മടിച്ചു മീനു. കാര്യം പറഞ്ഞ പൊടി, എന്നെ വെറുതെ ദേഷ്യം പഠിപ്പിക്കരുത്. ഒരു കാര്യമില്ലാതെ നീ കരയില്ല എന്നൊക്കെ എനിക്കറിയാം. എന്താ എന്റെ കുഞ്ഞിന് സങ്കടം വന്നത്? മനു അവളുടെ നെറ്റി ചുണ്ടമർത്തി. വീണയില്ലേ ജനാലയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിയെന്ന്. അതിന് നിനക്കെന്താ പ്രശ്നം? അവളിങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞ് നമുക്കെന്താ? എന്റെ സംശയമുണ്ടോ മീനുവിന്? ചോദ്യത്തോടൊപ്പം അവളെ ചേർത്ത് പിടിച്ചിരുന്ന കൈകളും അയഞ്ഞു. മനുവിന്റെ ആ ഒരൊറ്റ വിളിയിൽ മീനുവിന്റെ സർവ്വ നാഡീ നരമ്പുകളും തളർന്നു. നിലത്തേക്ക് ഊർന്നിരുന്നു പോയി അവൾ. കൊള്ളാം, നന്നായി. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ നിനക്ക് ഞാൻ? മനു വേദനയോടെ അവളെ ഒന്ന് നോക്കിയിട്ട് ബെഡിലേക്കിരുന്നു. ഇല്ല ഉണ്ണിയേട്ടാ, ഇല്ല ഉണ്ണിയേട്ടനെ ഞാൻ സംശയിക്കോ? മീനുവിന് മനുവിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിലും ആരോടും തർക്കിച്ച് ശീലമില്ലാത്ത അവൾക്ക് അതിന് കഴിഞ്ഞില്ല. പിന്നെ എന്തിനാ നീ അവര് പോയെന്ന് ഞാനൊന്ന് ചോദിച്ചതിന് കരഞ്ഞത്? മനുവിന്റെ ചോദ്യത്തിന് മീനു വിതുമ്പലോടെ അവനെ നോക്കി ഒരു നിമിഷം ഇരുന്നു. മീനുവിന്റെ മറുപടിയൊന്നും വരാഞ്ഞിട്ട് ബെഡിലിരുന്ന മനു മീനുവിനെ മുഖം ചരിച്ചൊന്ന് നോക്കി. വിളറി വെളുത്തും മരവിച്ച പോലെ ചുവരും ചാരിയിരിക്കുന്ന പെണ്ണിനെ കാണാൻ അവന്റെ നെഞ്ചു പൊടിഞ്ഞു. വലിയ കാര്യമായി ദേഷ്യം കാണിച്ചതായിരുന്നില്ല, ചെറുതായി ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ്. ഇതിപ്പോ പൊടിയെ. മനു അവൾക്കരികിൽ നിലത്തേക്ക് ഇറങ്ങിയിരുന്നു വിളിച്ചു. വേണ്ട എന്ന പോലെ മീനു ഇരുവശത്തേക്കും തല അനക്കി. അതെന്താ വേണ്ടാത്തെ? ആ ഭാവം കണ്ട് മനുവിന് ചിരി വന്നു പോയി. എനിക്ക് ഉണ്ണിയേട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ. ഉണ്ണിയേട്ടൻ നല്ലതാണ്, എനിക്കറിയാം. പക്ഷെ ആ ചേച്ചി നോക്കുന്നത് എനിക്കിഷ്ടമല്ല. തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ മുഖം കുനിച്ചിരുന്ന് മീനു പറഞ്ഞു. അവൾ എന്നെ നോക്കുന്നതിന് എനിക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും എന്റെ പൊടിക്കുട്ടിയെ? ഞാൻ അങ്ങോട്ട് നോക്കാതിരുന്ന പോരെ? മീനുവിന്റെ മുഖം പിടിച്ചുയർത്തി. വിതുമ്പി വിറയ്ക്കുന്ന ചുവന്ന ചുണ്ടും മുഖവും കലങ്ങിയ കണ്ണുകളും മനുവിനെ നൊന്തു. ഉണ്ണിയേട്ടന്റെ പൊടിക്കുട്ടിയെ മതി. ഈ ജന്മവും വരും ജന്മങ്ങളിൽ വേറെ ആരെയും ഉണ്ണിയേട്ടൻ കാണുന്ന പോലും ഇല്ല എന്റെ കുഞ്ഞാ. ഇനി കുഞ്ഞാന്നും പൊടിയൊന്നും വിളിക്കണ്ട, മീനൊന്ന് വിളിച്ചാ മതി. ഏങ്ങലടിച്ചുകൊണ്ട് മീനു മുഖം പൊത്തി കരഞ്ഞു. പൊടിയെ, ഉണ്ണിയേട്ടന് പൊടിക്കുട്ടിയാണ്. മനു അവളെ പൊതിഞ്ഞു പിടിച്ചു. വേണ്ട, വിളിക്കണ്ട. മീനു വീണ്ടും വിങ്ങിപ്പൊട്ടി. അവളെ വാരിയെടുത്ത് മടിയിലിരുത്തി. പിന്നെ ആ കണ്ണുനീരിൽ കുതിർന്ന കുഞ്ഞു മുഖം ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ചുണ്ടമർത്തി മനുവിന്റെ കണ്ണുനീരും അവളുടെ മുഖമാകെ പടർന്നു. കരയില്ലേ കുഞ്ഞ, പോട്ടെ. എന്റെ കൊച്ചിങ്ങനെ സങ്കടപ്പെടല്ലേ. ഉണ്ണിയേട്ടൻ എന്റെ പൊടി അങ്ങനെ കരഞ്ഞപ്പോൾ എന്തോ എന്നെ വീണ്ടും വീണയുടെ പിന്നാലെ പോകുമെന്ന് എന്റെ പൊടി സംശയിച്ചതുപോലെ തോന്നി. ഇല്ല ഉണ്ണിയേട്ട, ഞാൻ അങ്ങനെ സംശയിച്ചിട്ടല്ല. അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചിരുന്ന് മീനു പറഞ്ഞു. അവളുടെ നെറുകയിൽ മുഖം ചേർത്ത് വെച്ച് മനുവും. നീ ഒന്നും കഴിക്കാതെ സമരം ചെയ്യുവാണോ സന? വിനു അവൾക്കരികിൽ ബെഡിലിരുന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതിന് വിനുവായിട്ട് ആദ്യം മറുപടി പറയും. സന, നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ്? എടോ, അതൊരു സംശയമല്ലേ? സത്യമാണോ എന്ന് ഉറപ്പിച്ചിട്ട് പോരെ അമ്മയും അമ്മമ്മയും കൂട്ടി പോകുന്നതൊക്കെ? അതുപോലെ കാശി, അവനോട് ഉറപ്പായിട്ട് പറഞ്ഞാൽ പോരെ? എനിക്ക് ഉറപ്പാണ്, വല്യമ്മാവന്റെ മകളാണ് എന്റെ മീനു.
പണ്ട് അമ്മായി പിണങ്ങി മാറി താമസിച്ച കാലത്ത് അമ്മാവൻ ഈ ശങ്കരമംഗലത്തെ പത്തായിപ്പുരയിൽ വാടകയ്ക്ക് താമസിക്കുകയും അവരുടെ സ്കൂളിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് കുഞ്ഞിലെ എപ്പോഴോ കാശേട്ടൻ പറഞ്ഞിട്ടുണ്ട് വിനുവേട്ടാ. സന കണ്ണു നിറച്ച് വിനയെ നോക്കി. എനിക്കിതൊന്നും അറിയില്ല. ഇനിയിപ്പോ നിന്റെ വല്യമ്മാവന്റെ മകളാണ് മീനു എങ്കിൽ തന്നെ ആ കുട്ടി അത് അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വിനയ് അവളെ നിരുത്സാഹപ്പെടുത്തി. ഞാനൊന്ന് വീട്ടിലേക്ക് പോകാം. പിന്നെ അമ്മയോടും കാശേട്ടനോടൊക്കെ അന്നത്തെ കാര്യങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. സന ആകാംക്ഷയോടെ വിനയെ നോക്കി. ഇപ്പോഴും ഞാൻ പറയുന്നു, നിന്റെ വീട്ടിൽ പറഞ്ഞ് ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഒരിക്കലും മീനു നിങ്ങളെയോ കാശിയോ അംഗീകരിക്കില്ല. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം. അതോർത്ത് പിന്നെ കരയാൻ ഇടവരരുത്. നാളെ വീട്ടിലേക്ക് പോവാൻ റെഡി ആയിക്കോ. അവളുടെ തലയിലൊന്ന് തഴുകി പറഞ്ഞിട്ട് വിനയ് പുറത്തേക്ക് പോയി. എനിക്കറിയാം മീനുട്ടി, നീ എന്റെ അനിയത്തിക്കുട്ടിയാണ്. എന്റെ വല്യമ്മാവന്റെ അമ്മാവൻ ഒരുപാട് സ്നേഹിച്ച തുളസിക്കുട്ടിയുടെ മകൾ. അവരുടെ ചോര അതെന്റെ കൂടെയല്ലേ? നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച സന ബാഗ് എടുത്ത് ബെഡിൽ വെച്ച് അത്യാവശ്യം കൊണ്ടുപോകാനുള്ളതൊക്കെ എടുക്കാൻ തുടങ്ങി. കൊള്ളാം, നന്നായിട്ടുണ്ട്. നാടടച്ചു വിളിച്ച് വലിയ ഹാൾ ബുക്ക് ചെയ്ത് ആഡംബരത്തോടെ പറഞ്ഞുവിട്ട മകളെയും കൊണ്ടുള്ള വരവ് നന്നായിട്ടുണ്ട്. ശിവൻകുട്ടിക്കൊപ്പം വലിയ 2 ബാഗും പിടിച്ച് കയറി വരുന്ന ജലജയെയും ശാലിനെയും നോക്കി ചുവരും ചാരി കൈയും കെട്ടി നിന്ന് ശരത്ത് പറഞ്ഞു. മോനെ, അച്ഛൻ പിന്നെ എന്താ ചെയ്യുക? നെഞ്ചിൽ തടവിക്കൊണ്ട് ശിവൻകുട്ടി ശരത്തിനെ നോക്കി. ഇനി എന്ത് ചെയ്യാൻ? പ്രേമിച്ചു കെട്ടിയ ഇവളുടെ പ്രേമം ഒരു മാസമായപ്പോൾ തീർന്നു പോയോ? ശരത്ത് ശാലുവിന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. പിന്നെ വെറുപ്പോടെ മുഖം തിരിച്ച് മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. മുഖത്ത് അടിയേറ്റതുപോലെ ഒരു നിമിഷം നിന്നു ശാലു. പിന്നെ ഒന്നും മിണ്ടാതെ തന്റെ മുറിയിൽ കയറി ബെഡിലേക്കിരുന്നു. ഈ ബാഗും സാധനങ്ങളും എടുത്ത് അകത്തേക്ക് വെക്കി, ജലജ വീർത്ത മുഖത്തോടെ ശാലുവിനോട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ ബാഗ് വലിച്ച് അകത്തേക്കിട്ട് വാതിലടച്ചു. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞങ്ങൾ എന്താ പറയുന്നത് കേൾക്കാനാണോ പിഴച്ചവളെ? വീർത്ത മുഖത്തോടെ ശാലുവിന്റെ വാതിക്കൽ നിന്ന് തിരിഞ്ഞ ജലജ ഹാളിലേക്ക് ഇറങ്ങുന്നിടത്ത് കയ്യും കെട്ടി നിൽക്കുന്ന തുളസിയെ കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും കടുത്ത ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്കല്ല ആ പേര് കൂടുതൽ ചേരുക. സ്വന്തം ഭർത്താവ് കൂടെയുള്ളപ്പോൾ പഴയ കാമുവിനെ തേടിപ്പോയ നിങ്ങളുടെ കൊച്ചുമകൾക്കാണ്. ഇനി എന്നെ നിങ്ങൾ പിഴച്ചവൾ എന്ന് വിളിച്ചാൽ ഞാൻ അവളെയോ അങ്ങനെയാവും വിളിക്കുക. ഓർത്താൽ നിങ്ങൾക്ക് കൊള്ളാം. പുച്ഛത്തിൽ ചുണ്ടൊന്ന് കോട്ടി തുളസി പറഞ്ഞു. എന്ത് മറുപടി പറയണമെന്നറിയാതെ തിരിഞ്ഞ ജലജ മുറിവാതിക്കൽ നിൽക്കുന്ന ശിവൻകുട്ടിയെ കണ്ട് ഒരു നിമിഷം നിന്നുപോയി. കേട്ടില്ലേ മോനെ ഇവള് പറയുന്നത്? ഇവളെ തല്ലി കൊല്ലുകയാണ് വേണ്ടത്. അതിന് പകരം നീ നോക്കി നിൽക്കുവാണോ ശിവ? ജലജ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അയാളെ നോക്കി. ഇരുവരെയും നോക്കി പുച്ഛത്തിൽ മുഖം വെട്ടിച്ചുകൊണ്ട് തുളസി അടുക്കളയിലേക്ക് കയറിപ്പോയി. ശിവ! തുളസിയുടെ പോക്ക് കണ്ട് ജലജ വിളിച്ചു. അമ്മ എനിക്കിത്തിരി മനസമാധാനം തരാമോ? ശിവൻകുട്ടി തളർച്ചയോടെ കസേരയിലേക്കിരുന്നു. ഓ, ഇപ്പൊ അങ്ങനെ ആയോടാ? ഞാനാണോ നിനക്ക് സമാധാനം തരാത്തത്? നെഞ്ചിൽ സ്വയം 2 തല്ലി കരഞ്ഞുകൊണ്ട് ജലജ മുറിക്കകത്തേക്ക് കയറിപ്പോയി. മകളുടെ ജീവിതം ഇനി എന്താകും എന്ന വേവലാതിയോടെ ശിവൻകുട്ടി തളർന്നു പോയിരുന്നു. മനസ്സ് നിറഞ്ഞൊരു സംതൃപ്തിയോടെ തുളസി മുഖം അമർത്തി തുടച്ചുകൊണ്ട് മീനുവിനെ ഒന്ന് വിളിക്കാൻ ശരത്തിന്റെ ഫോൺ വാങ്ങാനായി പോയി. എല്ലാം കൊണ്ടും ആകെ നാണക്കേടായി. ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും മാഷെ? കണ്ണും മുഖവും അമർത്തി തുടച്ചു സുമ. മാഷയും മുഖം കുരിച്ചിരിക്കുന്ന അനന്തനെയും നോക്കി. ഇനിയിപ്പോ എന്താ ചെയ്യുക? സഹിക്കുക തന്നെ. ഇനി കോടതി എന്തൊക്കെ പറയുമോ? മാഷ് വേദനയോടെ മുഖം കുനിച്ചിരിക്കുന്ന മകനെ നോക്കി. അവൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്റെ മോനെ? ഇതിനൊക്കെ അവൾ അനുഭവിക്കും. നിറയുന്ന കണ്ണുകൾ അമർത്തി തുടച്ച് സുമ മകനെ നോക്കി. എനിക്ക് വിഷമമുണ്ടമ്മേ. അതൊരിക്കലും അവൾ പറഞ്ഞത് കേട്ടിട്ടില്ല. ഇതുപോലെ ഒരു പെണ്ണിനെ കെട്ടാനാണല്ലോ ഞാൻ നിങ്ങളോട് വാശി കാണിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും വെറുപ്പും തോന്നിപ്പോകുന്നത്. അതൊക്കെ പോട്ടെ, നീ നാളെ തന്നെ തിരിച്ചു പോയിക്കോ. അവിടെ ചെന്ന് കുട്ടികൾക്കൊപ്പം ആകുമ്പോൾ ഈ വിഷമം ഒക്കെ ഒരു പരിധിവരെ മറക്കാനാകും. മാഷ് അനുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ കൂടെ വരൂ എന്റെ കൂടെ. നമുക്കിനി കുറച്ചുനാള് അവിടെ കഴിയാം. വരൂ എന്റെ കൂടെ. ഒറ്റയ്ക്ക് വയ്യാന്ന് തോന്നുന്നു. നിറകണ്ണുകളോടെ അനു അച്ഛനെയും അമ്മയെയും നോക്കി. പിന്നെ വരാതെ ഇരിക്കൂ. നാളെ തന്നെ നമുക്ക് പോകാം മോനെ. നീ വിഷമിക്കാതെ ഇരുന്നാ മതി. ഇപ്പൊ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. മാഷും സുമയും ചേർന്ന് അനുവിനെ സമാധാനിപ്പിച്ച് റൂമിലേക്ക് വിട്ടു. അവൾക്ക് എങ്ങനെ തോന്നി മാഷി നമ്മുടെ മോൻ കഴിവില്ലാത്തവനാണെന്ന് പറയാൻ? ഈ നാട്ടുകാരോട് മുഴുവൻ അവളും ആ തള്ളയും ഇത് തന്നെ ആവില്ലേ പറയുക? വിങ്ങിക്കരഞ്ഞുകൊണ്ട് സുമ മാഷോട് പറഞ്ഞു. എല്ലാം ശരിയാകുന്ന ഒരു ദിവസം വരും. നമ്മുടെ മോന് വിധിച്ച ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാവും. അവൾക്കൊപ്പം അവൻ സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കുന്നത് നമ്മൾ കാണും സുമേ. നീ കരഞ്ഞ് സങ്കടപ്പെട്ട് ഒന്നും വരുത്തി വെക്കരുത്. നമുക്ക് കുറച്ചുനാള് അവന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാം. മാഷ് ഭാര്യയെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു. എന്റെ പൊടിക്കുട്ടിയുടെ സങ്കടമൊക്കെ മാറിയോടാ? അതോ ഇപ്പോഴും പിണക്കമുണ്ടോ കുഞ്ഞനെ? സന്ധ്യയ്ക്ക് അമ്പലത്തിൽ പോയി തൊഴുത് പൂജയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് കൈകോർത്ത് പിടിച്ച് നടക്കുമ്പോൾ മനു മീനുവിനോട് തിരക്കി. എനിക്ക് എന്റെ ഉണ്ണിയേട്ടനോട് പിണക്കമൊന്നുമില്ല. ഇച്ചിരി സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും മാറി. മനുവിന്റെ കൈവണ്ണയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മീനു പറഞ്ഞു. എന്റെ പൊടിക്ക് ഈ ഡ്രസ്സ് ഒത്തിരി ചേരുന്നുണ്ട് കേട്ടോ. ഇത്തവണ ഓണത്തിന് ഇതുപോലെ സ്കർട്ടും ബ്ലൗസും മതി കേട്ടോ. ഇടത് കൈകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മനു പറഞ്ഞു. ഇതിപ്പോ എനിക്ക് മുറുക്കായി തുടങ്ങി ഉണ്ണിയേട്ടാ. നീ കണ്ടോ? വീടിന് മുന്നിലെത്തിയപ്പോഴാണ് മീനു മനുവിനോട് അത് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്ന് പിന്നെയാണ് മീനു ഓർത്തത്.
ചമ്മലോടെ വാതിൽ തുറന്ന് വീടിനുള്ളിലേക്ക് ഓടിക്കയറിപ്പോയി മീനു. പൊടിയേ, എവിടെ? ഉണ്ണീട്ടൻ കണ്ടില്ല. എവിടെയാണ് മുറുക്കം? വാതിലടച്ച് കുറ്റിയിട്ടിട്ട് റൂമിൽ കയറി വന്ന മനു ജനാലയുടെ അരികിൽ മുഖം കുനിച്ച് ചമ്മലോടെ നിൽക്കുന്ന മീനുവിന്റെ ഇരുവശവും ചുവരിൽ കൈകുത്തി നിന്ന് ചോദിച്ചു. പോയ ഉണ്ണിയേട്ടാ, എനിക്ക് നാണമാണ്. ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയതാണ്. ഇരു കൈകൊണ്ട് മുഖം പൊത്തി നിന്ന് മീനു പറഞ്ഞു. ഉണ്ണിയേട്ടന്റെ പൊടിക്ക് നാണമാണോ? മനു അവളെ കുഞ്ഞിനെ എടുക്കും പോലെ വാരിയെടുത്ത് തോളെ കിടത്തിക്കൊണ്ട് വന്ന് ബെഡിൽ കിടത്തി. കൂടെ അവനും അവൾ കരികെ ചാഞ്ഞു കിടന്നു.